വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന കൽപ്പറ്റയിലെ ടൗൺഷിപ്പിൽ 200 വീടുകളുടെ വാർപ്പ് പൂർത്തിയായി. പ്രതിദിനം 1500 തൊഴിലാളികളാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നത്. ടൗൺഷിപ്പ് ഉടൻ പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് ദുരന്തബാധിതർ. ഒരു ദിവസം കൊണ്ട് സർവ്വതും ഉരുളെടുത്ത ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കുകയാണ് സർക്കാർ. സർക്കാരിന്റെ നേതൃത്വത്തിൽ പണിയുന്ന ടൗൺഷിപ്പിൽ ദുരന്തബാധിതർക്കായുള്ള സ്വപ്ന ഭവനങ്ങളാണ് ഉയരുന്നത്. അഞ്ച് സോണുകളായി 410-ലധികം വീടുകളാണ് ടൗൺഷിപ്പിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിനോടകം 200 വീടുകളുടെ പ്രധാന വാർപ്പ് പൂർത്തിയായി. 75 വീടുകളുടെ ചുവര് കെട്ടുന്ന പ്രവൃത്തിയും അതിനോടനുബന്ധിച്ചുള്ള പ്ലാസ്റ്ററിംഗും നടക്കുന്നു. ടൗൺഷിപ്പിനുള്ളിലെ 11.72 കിലോമീറ്റർ റോഡിന്റെ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. 12 മീറ്റർ വീതിയുള്ള പ്രധാന പാതയും 9 മീറ്റർ വീതിയുള്ള 2 പാതകളും ആദ്യഘട്ട ടാറിങ്ങിന് സജ്ജമാക്കിയിട്ടുണ്ട്. 7 സെന്റിൽ 1000 ചതുരശ്ര അടിയിൽ ഭാവിയിൽ 2 നിർമ്മിക്കാനുള്ള അടിത്തറയോടെയാണ് വീട് തയ്യാറാക്കിയിരിക്കുന്നത്. ഭൂകമ്പത്തെ അതിജീവിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പില്ലറുകളിലാണ് വീട് നിർമ്മാണം. 2 കിടപ്പുമുറികൾ, അടുക്കള, ലിവിംഗ് റൂം, ഡൈനിംഗ് റൂം, സ്റ്റഡി ഏരിയ, വർക്ക് ഏരിയ എല്ലാം ടൗൺഷിപ്പിലെ വീട്ടിലുണ്ട്. മാതൃകാ വീട് പൂർത്തിയായതോടെ ടൗൺഷിപ്പ് നിർമ്മാണം കാണാനും വിലയിരുത്താനുമായി നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ഇത്രയും നല്ല കെട്ടുറപ്പുള്ള ഒരു ഭവനം ഒരു സാധാരണ കേരളീയന് സ്വപ്നം കാണാൻ കഴിയാത്തതാണ്. കുന്നിൻ ചെരുവിലും കുന്നിൻ്റെ മുകളിലൊക്കെ താമസിച്ചിട്ട് ഒരു ഉറപ്പില്ലാത്ത വീട് താമസിച്ച ആളുകളാണ്. അവർക്ക് ഇത്രയും യാത്രാ സൗകര്യവും വെള്ളവും വെളിച്ചവും റോഡും അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ കൺമുമ്പ് കിട്ടുന്നൊരു ടൗൺഷിപ്പ്. പുറത്തുനിന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആ വീട് എന്നുള്ളത്, പക്ഷെ ഉള്ളിൽ വന്ന് കാണുമ്പോഴാണ് ഇത്ര സൗകര്യമുള്ള ഒരു വീട് എന്ന് പറയുമ്പോൾ ആർക്കായാലും അഭിമാനം തോന്നുന്നു. ഈ സർക്കാരിന് 1000 അഭിനന്ദനങ്ങൾ. നമുക്കൊരു സാധാരണക്കാരന് ഒരിക്കലും ഈ രീതിയിലേക്കുള്ള ഒരു വീടോ മറ്റുള്ള സ്വപ്നം കാണാത്ത രീതിയിലാണ് സർക്കാർ ഇതിന്റെ പദ്ധതികൾ ഒരുക്കിയെന്നുള്ളത് വളരെയേറെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. 7 ലക്ഷം ലിറ്റർ ശേഷിയിലുള്ള കുടിവെള്ള സംഭരണിയും ഭൂഗർഭ വൈദ്യുത ശൃംഖലയുടെയും ഓവുചാലിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. മുഴുവൻ വീടുകളുടെയും വാർപ്പ് ജനുവരി പകുതിയോടെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. വീട് നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം കമ്മ്യൂണിറ്റി സെന്റർ, പൊതുമാർക്കറ്റ്, ആരോഗ്യ കേന്ദ്രം, അങ്കണവാടി എന്നിവയുടെ നിർമ്മാണവും ആരംഭിക്കും. അതിജീവനത്തിന് ഈ ടൗൺഷിപ്പ് അതിവേഗത്തിൽ പൂർത്തിയാക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് സർക്കാരും ദുരന്തബാധിതരും. ക്യാമറമാൻ റിന്റുവിനോടൊപ്പം ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം, വയനാട്.